കമ്പനിക്കാരൻ ചാനലിലേക്ക് വീണ്ടും കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെറിയൊരു പ്ലാനാണ് ഇന്ന് പുറത്ത് പോയിട്ട് നല്ല എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക. അതായത് വലിയ യാത്ര ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം. പോരാ കാരണം വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല. നമ്മള് കോഴിക്കോടത്തിലൂടെ നല്ല ബ്ലോക്ക് ഉണ്ടാവും. എന്താ വെച്ചാ റോഡ് ബ്ലോക്ക് ആയില്ല, ആകെ സീനായി. ഒരു ബോർഡ് മുന്നിൽ വെച്ചിട്ടില്ല. ഒന്നൊക്കെ ഒരു റോഡ് നമ്മൾ ഡൈവേർഷൻ ചെയ്യുമ്പോൾ അവിടെ വെക്കണമായിരുന്നു. ഇതവരവിടെ വെച്ചിട്ടില്ല. അവര് വെച്ചത് പാലത്തിന്റെ തൊട്ടടുത്ത് പണി നടക്കുന്നിടത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. നാരങ്ങത്തോട്ടിൽ ആ വെള്ള സ്ഥലത്തേക്ക് ആരെയും കടത്തി വിടുന്നില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നാലും ഞങ്ങൾ ആ ക്യൂരിയോസിറ്റിന്റെ പുറത്ത് ഞങ്ങൾ അവിടെ പോയി നോക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ ഒരു സൈൻ ബോർഡാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പാദം കയറുമ്പോഴേക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ സെക്യൂരിറ്റി ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മളെ കടത്തി വിടുന്നതല്ല. നാരങ്ങത്തോടെയൊന്നും പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷേ നമ്മളെ നാരങ്ങത്തോട് പ്ലാൻ ക്ലോസ് ആയി. കാരണം അങ്ങോട്ട് പ്രവേശനമില്ല, നല്ല വെള്ളമാണ്, നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. നമ്മൾ ഒന്നും കൂടി സെറ്റ് ആയ ഒരു സ്ഥലമുണ്ട്. അവിടെ താഴെ സ്ഥലം അരിപ്പാറന്റെ നല്ല വ്യൂ ആണെന്നാണ് പറഞ്ഞത്. അവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല, നമുക്ക് കാണാൻ പറ്റും, പാലും കാര്യങ്ങളൊക്കെ കാണാം ജസ്റ്റ്. അപ്പൊ അത് നമ്മൾ പോവാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച നല്ല അടിപൊളിയാണ്. ഇവിടെ താഴെ കൂടി പോയി നോക്കിയാൽ നമുക്ക് അറിയും എത്രത്തോളം ഭംഗിയുള്ള അടിപൊളി സ്ഥലമാണ്. കാണാൻ നല്ല ലോങ് വ്യൂ ഉണ്ട്. ഗോപ്രോണ്ട് നമ്മുടെ ദിൽഷാദ് പോകുന്നുണ്ട് മുന്നിൽ. ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളിയാട്ടോ. കൊടി ഒരു ഫോട്ടോ എടുക്കടോ. കൈ കാണിക്കോ. വീഡിയോ നേരെ പോയിക്കോ, നേരെ അടിക്കോ. മീനെ കിട്ടണം, മീനെ കിട്ടണം. സ്രാവാണ്. ഈ പൊട്ടനായി വീഡിയോ ഓഫ് ആയിക്കണം നോക്കണം. ആദ്യം ഓണാണോ നോക്കാം, എന്നാലല്ലേ ഓഫ്. കൊടികുത്തി കൊടിനെ ഉണക്കാട്ടതാണ്. തീർച്ചയായും അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇപ്പോ നമ്മളിപ്പോ തുഷാരഗിരിയാണ്. നാരങ്ങത്തോടൊക്കെ വന്നായിരുന്നു. അവിടെ എന്താ പറയാ, അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പോലീസുകാരെ അങ്ങോട്ട് ഉള്ളിലേക്ക് നമ്മളെ വിടുന്നില്ല. അപ്പോൾ തുഷാരഗിരി നമ്മൾ ഇതൊക്കെ വന്നാണ്. തുഷാരഗിരി ഇപ്പോൾ പുറത്ത് അന്വേഷിച്ച് അവർ പറഞ്ഞത് നമുക്ക് ഉള്ളിലോട്ട് കയറാമെന്നാണ് അവർ പറഞ്ഞത്. ഇതാണ് നമ്മളെ ഫസ്റ്റിലെ വെള്ളച്ചാട്ടം. നമ്മളിനി മേലോട്ട് കയറാൻ പോവാണ്. ഏറ്റവും മേലുള്ള വെള്ളത്തിലേക്ക് പോവാണെന്നാണ് പറയുന്നത് ഇവര്. സംഗതി നടക്കുമെന്നല്ലേ അവിടെ പോയിട്ട് പറയാം. 500 മീറ്ററോളം വരുന്നത്, വെറും 500 മീറ്റർ. അത് നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ വീഡിയോ. ഞാൻ വെറുതെ റെസ്റ്റ് എടുക്കാം. മൂസക്ക് ബി പി കൂടി. മൂസനെ അവിടെ നിർത്തി ഞങ്ങൾ മേലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല, കാരണം സെക്യൂരിറ്റിയുടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയ സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങുന്നതാണ്. അതിലിറങ്ങണ്ടേ? നടന്നു നിൽക്കണേ.
അടിപൊളി. നമ്മൾ ഈ ആളുകൾ കൂടുതൽ പോവാത്ത എന്നാലും നല്ല പ്രകൃതി കൊണ്ട് അതെ, ഹിഡൻ പ്ലേസസ് സ്ഥലങ്ങൾ കമന്റിൽ ഇട്ടോളൂ. ഞങ്ങൾ അപ്പൊ നമ്മൾ ഈ വന്ന ഈ സുഹൃത്തുക്കളും സംസാരിക്കുകയാണ്. നല്ല വൈബാണ് ഇവിടെ. ഈ മഴക്കാലമായതുകൊണ്ട് കുറച്ച് ടാസ്ക് തന്നെയാണ്. നല്ല വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ നല്ല കുത്തി കളിച്ച് വരും. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വരും എല്ലാവരും. ഏറ്റവും നല്ലത് മേലേക്ക് കുറെ ആൾക്കാർ കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കണം. കാരണം മഴ വന്നു കഴിഞ്ഞാലൊക്കെ ടാസ്ക് ഭയങ്കരമാണ്. അതെ അതെ, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവിടെ വരുമ്പോൾ കുട്ടികൾ തനിയാണ് പോകുന്നത്. മച്ചാ എങ്ങനെയുണ്ടായിരുന്നു നമ്മളാ തുഷാരഗിരി? കുഴപ്പമില്ല, ഉഷാറാണ്. വെള്ളം നല്ല തണുപ്പുണ്ട്, നല്ല ഫ്ലോ ഉണ്ട്. കയറാനുള്ള കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. സാധനമൊക്കെ തിണ്ടിയാണ് വീട്ടിൽ പോണത്. അത്രയും സാധനമൊക്കെ തിരുമ്പിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് തിരുമ്പലും കൂടി കഴിഞ്ഞു. ഇതിപ്പോൾ ചോറിട്ടണോ?